റസൂലുള്ളാഹിനെ കാണുമ്പോൾ മുഖത്തേക്ക് വലിച്ചെറിയാൻ വേണ്ടി അവർ കാത്തിരുന്നു എന്ന് കിതാബുകളിൽ കാണാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നപ്പോ ഏറി തുടങ്ങിയ സ്ഥലം ഇൻഷാ അല്ലാഹ് അല്പസമയം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി തങ്ങളെ അവരെല്ലാവരും കൂടെ എറിഞ്ഞു. റസൂലുള്ളാഹി തങ്ങളുടെ ചുറ്റുഭാഗത്തും പമ്പരം പോലെ കറങ്ങാൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹിക്ക് മുമ്പിൽ നിന്ന് ഏറി വരുമ്പോ സെയ്ദ് റളിയല്ലാഹു തആല മുമ്പിൽ വന്ന് തടഞ്ഞു നിൽക്കും. വലത്തോട്ട് വരുമ്പോ അങ്ങോട്ട്, ബാക്കിലാണെങ്കിൽ ബാക്കിൽ, ഇടത്തോട്ടാണെങ്കിൽ ഇടത്തോട്ട്, അങ്ങനെ പമ്പരം പോലെ കറങ്ങുകയായിരുന്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. ആ സമയത്താണ് റസൂലുള്ളാഹിന്റെ നിട്ടലിന് ഒരു ഏറ് കൊള്ളുന്നത്. റസൂലുള്ളാഹിന്റെ കാല് മുറിഞ്ഞു, രക്തം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കല്ലിന്റെ മേലെ കയറ്റി വെച്ച് ആ കാല് ഒന്ന് തുടച്ചു, രക്തം ഒന്ന് തുടച്ചു. ആ കല്ല് ഇൻഷാ അല്ലാഹ് നമുക്കിപ്പോ കാണാം. അതിന്റെ അപ്പുറത്ത്, അതിന്റെ തൊട്ടടുത്ത് മലയുടെ ചെരുവിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തളർന്ന് അവിടെ കിടന്നു. അവിടെ മസ്ജിദുൻ നബി എന്ന പേരിൽ അറിയപ്പെടുന്ന പഴയ ഒരു പള്ളിയുണ്ട്. മുമ്പൊക്കെ അവിടെ ഇറങ്ങി റസൂലുള്ളാഹി കിടന്ന സ്ഥലം നമുക്ക് കാണാമായിരുന്നു. ഇപ്പൊ അവിടെ പോലീസ് വാഹനം ഉണ്ടാകും, ഇറങ്ങാൻ നമ്മളെ അനുവദിക്കാറില്ല. റസൂലുള്ളാഹി അവിടെ കിടന്നപ്പോഴാണ് അതിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു ജൂത പെണ്ണ് ശത്രുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന മുഹമ്മദ് ഇവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവനെ കൊല്ലണമെങ്കിൽ ഈ മലയുടെ മുകളിൽ നിന്ന് വലിയ ഒരു കല്ലിങ്ങോട്ട് ഉരുട്ടിയിട്ടാൽ കൊല്ലാമെന്ന് പറഞ്ഞു. അവര് വലിയ ഒരു കല്ല് അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളിയിട്ടു. ആ കല്ലിങ് വരുമ്പോ നേരത്തെ കാല് വെച്ച കല്ല് സംസാരിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയെ അപായപ്പെടുത്താൻ വേണ്ടി ശത്രുക്കൾ വലിയ കല്ലുരുട്ടി ഇടുന്നുണ്ടെന്ന് പറഞ്ഞു, വിളിച്ചു പറഞ്ഞു.